നമസ്കാരം. 2024 അവസാനമായപ്പോഴേക്കും തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ പടപ്പുറപ്പാട് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇപ്പോഴത് വളരെ രൂക്ഷമായിരിക്കുകയാണ്. മമതാ ബാനർജി സഖ്യത്തെ നയിക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ നിരയിലെ പ്രമുഖർ. നിങ്ങളുടെ ഹീറോ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് മറുപടി പറയുന്ന ഇന്ത്യ സഖ്യം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായിരിക്കുകയാണ്. വസ്ത്രധാരണം മുതൽ ലോക്സഭയിലെ പ്രകടനം വരെ പരമ്പരാഗത രീതി വിട്ടുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തന ശൈലിയോട് ഇന്ത്യ സഖ്യത്തിലെ മുതിർന്ന നേതാക്കൾക്ക് എതിർപ്പുണ്ട്. കോൺഗ്രസിനെതിരെ പോരാടി വളർന്നു വന്ന പ്രാദേശിക പാർട്ടികൾക്ക് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസുമായി ഒത്തുപോകാൻ കഴിയുന്നുമില്ല. പക്ഷെ രാഹുലിന്റെ മുന്നിലെ പ്രധാന വെല്ലുവിളി മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും തന്നെ. പ്രധാനമന്ത്രി മോഹവുമായി നടക്കുന്ന ഇരു നേതാക്കളും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ രാഹുലിനും കോൺഗ്രസിനുമെതിരെ തിരിയാറുമുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ നേതൃസ്ഥാനമാണ് രണ്ടുപേരുടെയും ലക്ഷ്യം. ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളെ അണിനിരത്തി ഇന്ത്യ സഖ്യം രൂപീകരിച്ച് പ്രതിപക്ഷ നേതാവ് വരെയാകാൻ പപ്പുമോന് കഴിഞ്ഞു. പക്ഷെ പ്രതിപക്ഷ കക്ഷികളെ വരുതിയിലാക്കാൻ ഇന്ദിരയുടെ ചെറുമകന് ഇനിയും ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും. ഇപ്പോഴത്തെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ഭിന്നതയെ രൂക്ഷമായി വിമർശിച്ച ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പ്രതിപക്ഷം ഒന്നിച്ചു നിൽക്കുന്നില്ല എങ്കിൽ ഇന്ത്യ സഖ്യം പിരിച്ചുവിടുന്നതാണ് നല്ലത് എന്നും ഒമർ അബ്ദുള്ള ചൂണ്ടിക്കാട്ടി. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. ഇത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഒമർ അബ്ദുള്ളയുടെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ഭാവിയിൽ ഒമർ അബ്ദുള്ള ആശങ്ക അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഒമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസും പ്രതിപക്ഷ കൂട്ടായ്മയുടെ ഭാഗമാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ NDAയെ വിറപ്പിച്ചുകൊണ്ട് അപ്രതീക്ഷിത മുന്നേറ്റം ഉണ്ടാക്കിയെങ്കിലും സഖ്യത്തിൽ വിള്ളലുകൾ പ്രകടമാണ്. ഇതാണ് ഒമറും സൂചിപ്പിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ യോഗം ഒന്നും നടന്നിട്ടില്ല എന്നത് വളരെ ഖേദകരം തന്നെയാണ്. ആര് നയിക്കും, എന്തായിരിക്കും സഖ്യത്തിന്റെ അജണ്ട, സഖ്യം എങ്ങനെ മുന്നോട്ട് പോകും, ഈ വിഷയങ്ങളിൽ ഒന്നും തന്നെ ഒരു ചർച്ചയും നടക്കുന്നില്ല. ഒറ്റക്കെട്ടായി തുടരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയും വന്നിട്ടില്ല എന്നും ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യത്തിന്റെ ഭാവിയെ കുറിച്ച് വ്യക്തത വരുത്താൻ ഒരു യോഗം ചേരണമെന്നും ഒമർ അബ്ദുള്ള ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുന്നണിയുടെ ഭാവിയിൽ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇത് തീർക്കാൻ വേണ്ടിയിട്ടാണ് യോഗം വിളിച്ചു ചേർക്കണമെന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഡൽഹി തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യത്തിന്റെ യോഗം ചേരണം, കാര്യങ്ങൾ വ്യക്തത വരുത്തണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായിരുന്നുവെങ്കിൽ സഖ്യം അവസാനിപ്പിക്കുക. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് തുടരണം എന്നാണ് ആഗ്രഹമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്നാണ് ഒമർ അബ്ദുള്ള പറയുന്നത്. ഇന്ത്യൻ സഖ്യത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു എന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം പ്രത്യേകമായി രൂപീകരിച്ചതാണ് എന്നും RJD നേതാവ് തേജസ്വി യാദവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒമർ അബ്ദുള്ളയും ചോദ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും അപ്രതീക്ഷിതമായിരുന്നില്ല എന്നും തേജസ്വി യാദവ് പറഞ്ഞിരുന്നു. അതിനിടെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ഭിന്നത മുറുകുകയാണ്. രാജ്യ തലസ്ഥാനത്ത് പോരാട്ടം ആം ആദ്മി പാർട്ടിയും BJPയും തമ്മിൽ മാത്രമാണ് എന്നാണ് മുൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്. കൂടാതെ മഹാരാഷ്ട്രയിലും ഇന്ത്യ സഖ്യ കക്ഷികൾ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ശിവസേനയും SP തമ്മിലാണ് ഇവിടെ ഭിന്നത. എന്തായാലും ഇന്ത്യ സഖ്യം പിളരുമെന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്.